ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു ആൻഡ് ഡു ദേ മിസ് യു റൈറ്റ് നൗ എന്നുള്ളതാണ്. ഈ വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അവർക്ക് ശരിക്കും നിങ്ങളെ ഒരു സമയത്ത് മിസ്സ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസ്ട്രെയിറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓൾ റൈറ്റ്, നമുക്ക് നോക്കാം. വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു? ഓക്കെ, പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതുമായുള്ള ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് രണ്ട് പേർക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഈ പേഴ്സൻ്റെ മനസ്സിൽ നല്ല കാര്യങ്ങൾ ഓർക്കുന്നതോടൊപ്പം തന്നെ അവർ നെഗറ്റീവായിട്ട് അവരുടെ ലൈഫിൽ സംഭവിച്ച കുറേയധികം കാര്യങ്ങളെക്കുറിച്ചും ഓർത്ത് അവർ വളരെയധികം വറീഡ് ആവുന്നുണ്ട് എന്നും കാണിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു സമയത്ത് രണ്ട് പേർക്കും ആ ഒരു മാനസികമായിട്ടുള്ളൊരു സമാധാനം ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പേർക്കും നന്നായിട്ടൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല. ഡെയിലി റൊട്ടീൻസിലൊന്നും ശരിക്കും എന്താണ് ഇപ്പോൾ നല്ല കാര്യങ്ങൾ, ഇപ്പോൾ ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം ലൈഫിൽ വന്നാൽ പോലും അതിൽ സന്തോഷിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യമൊക്കെ മാറിപ്പോകും എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് വ്യക്തമാക്കിയിട്ട് ഇരിക്കുന്നത്. ആൻഡ് യെസ്, തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഡേ ആൻഡ് നൈറ്റ് ദേ ആർ തിങ്കിങ് അബൌട്ട് യു എന്നുള്ളതാണ്. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എത്രത്തോളം അവരുടെ ലൈഫിലൊരു വാല്യൂബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു, അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് എത്രത്തോളം സ്ഥാനം ഉണ്ടായിരുന്നു എന്നതിനെ പറ്റി ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ആൻഡ് അത് പക്ഷേ നിങ്ങളോട് ഒപ്പം ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് നിങ്ങളെ ശരിക്കും മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു ആബ്സെൻസ് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നു എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും സെയിം ഫീലിംഗ് തന്നെയാണ്. ആൻഡ് നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് പകരമായിട്ട് മറ്റൊരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ കാണാൻ പറ്റില്ല. അതായത് നിങ്ങൾ സങ്കല്പത്തിലുള്ള, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച പോലുള്ളൊരു വ്യക്തി തന്നെയാണ് നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ പേഴ്സൺ. അതുകൊണ്ട് ഈ വ്യക്തി എന്ത് തെറ്റുകൾ നിങ്ങളോട് ചെയ്താലും നിങ്ങൾ ക്ഷമിക്കാനും അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനും നിങ്ങൾ തയ്യാറാവുന്നു എന്നുള്ളതാണ് ഈ സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ എനർജീസാണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. നിങ്ങൾ ഇപ്പോഴും ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്, വളരെയധികം കാമായിട്ട് തന്നെ, അല്ലെങ്കിൽ വളരെയധികം എന്താണ് ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളും എണ്ണി നിങ്ങൾ കാത്തിരിക്കുകയാണ് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട്. ആൻഡ് അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹിച്ചിട്ടുള്ളത്. കൂടുതലും നിങ്ങളുടെ ചിന്തകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ബാക്ക് ടു നോർമൽ ആകണം എന്നുള്ളൊരു ചിന്ത തന്നെയാണുള്ളത്. ആൻഡ് നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ്, അവർക്ക് അവർ നിങ്ങളെ വിട്ട് പോകാനായിട്ടൊക്കെ ശ്രമിച്ചു നോക്കി, പക്ഷെ അവർക്ക് അതിന് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്കും ഒരിക്കലും ഈ വ്യക്തിയെ വിട്ട് പോകാൻ കഴിയില്ല എന്ന് നിങ്ങളും മനസ്സിലാക്കിയിരിക്കുകയാണ്. ആൻഡ് അവർക്കെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് ഒരു ശൂന്യത പോലെ, അവരുടെ ലൈഫിൽ ഒരു ഡാർക്ക്നെസ് ബാധിച്ച പോലെയൊക്കെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. ആൻഡ് അതിനായിട്ട് നിങ്ങൾ രണ്ടുപേരും ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും. കാരണം നിങ്ങൾക്കിപ്പോൾ അനുകൂലമായിട്ടുള്ള ഏഞ്ചലിക് എനർജി വന്നുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇൻഡ്യൂഷണലി ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. ആൻഡ് യൂണിവേഴ്സായിട്ട് തന്നെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള സയൻസ് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് കാണിക്കുന്നുണ്ട്. വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെയൊക്കെ റിപ്പീറ്റ് ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ വൈറ്റ് കളറിനോട് അല്ലെങ്കിൽ ഗോൾഡൻ കളറിനോടൊക്കെ ഒരു അട്രാക്ഷൻ തോന്നുന്ന സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ എനർജീസ് വരുന്നതാണ്, ഒരു സയൻസ് ഒക്കെ കാണിക്കുന്നതാണ്. ഈ പേഴ്സൺ ശരിക്കും ഇപ്പോൾ നിങ്ങളെ അവരുടെ അരികിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. യെസ്,
തീർച്ചയായിട്ടും സ്പിരിച്വൽ പാത്ത് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയമാണ് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി സ്പിരിച്വലി അവേക്കൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. നിങ്ങൾക്കും ആ ഒരു ചേഞ്ചസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. രണ്ടു പേർക്കും ഈ ഒരു സമയത്ത് ഇൻസെക്യൂരിറ്റീസ് ആണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ ആണെന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിൽ ഓൾറെഡി ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്. എസ്പെഷ്യലി ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഒക്കെ ഒരുപാട് നേരിടുന്ന ഒരു സമയം കൂടിയാണ്. ആ ഒരു സമയത്താണ് നിങ്ങളുടെ ആബ്സെൻസ് കൂടി ആയപ്പോൾ അവരാകെ ഡിപ്രസ്ഡ് ആയിട്ട് പോകുന്നുണ്ട്. അവർക്ക് ലൈഫിലെ ഒരു കാര്യങ്ങളിലേക്കും ഫോക്കസ്ഡ് ആവാനായിട്ട് പറ്റുന്നില്ല. അവർ എങ്ങനെയെങ്കിലും ഈ ഒരു കാര്യം കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം, ലൈഫ് പഴയ പോലെ ആകണം, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളോട് എന്തോ ഒരു സീക്രട്ട് അവർക്ക് പറയാനുണ്ട്. നേരിട്ട് കാണുന്ന മാത്രയിൽ തന്നെ അവർ നിങ്ങളോടത് പറഞ്ഞിരിക്കും. തീർച്ചയായിട്ടും അവർ പല തെറ്റുകളും ഏറ്റു പറയുന്നതായിരിക്കും. അവരുടെ തെറ്റുകൾ അവർ മനസ്സിലാക്കുന്നതായിരിക്കും. ഇങ്ങനെ ഒരു അവസരത്തിൽ ഈ പേഴ്സൺ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ നിങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക. അവരെ കേൾക്കാനൊരു അവസരം കൊടുക്കുക. എന്താണ് പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കാതോർക്കുക. എന്നതിന് ശേഷം നിങ്ങൾ എന്ത് ഡിസിഷൻ വേണമെങ്കിലും എടുത്തോളൂ. കാരണം അവർക്ക് ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനുണ്ട്. ഓക്കെ, ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു ജസ്റ്റിസ് ലഭിക്കുന്നതായിരിക്കും. കാരണം നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ളൊരു ലൈഫ് ഈ വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം, കെയർ, അറ്റൻഷൻ ഒന്നും തന്നെ ഈ വ്യക്തിക്ക് നൽകാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു റീസൺ, മേ ബി അതിൻ്റെ ഒരു റീസൺ ആയിരിക്കാം ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ മനസ്സിൽ നിറയെ നിങ്ങളോടുള്ള സ്നേഹം മാത്രമാണ്, പക്ഷെ അവർക്കത് പലപ്പോഴും എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സീക്രട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഇവിടെ കാണുന്നത്. സോ ഈ പേഴ്സൺ ഇതിൻ്റെ റീസൺ എന്താണ് നിങ്ങളോട് തന്നെ തുറന്ന് പറയുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്കും ഈ പേഴ്സണും ഇടയിൽ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി എനർജീസ് കാണിക്കുന്നുണ്ട്. അത് ഫിനാൻഷ്യലി ഉള്ള ബുദ്ധിമുട്ടുകളാണ്. ഈ പേഴ്സൺ നിങ്ങളെ അറിയിക്കാതെ തന്നെ അവരുടെ ലൈഫിലുള്ള സ്ട്രഗിൾസ് പലതും മറച്ചു വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ടും ഫിനാൻഷ്യലി ഉള്ള ബുദ്ധിമുട്ടുകളാണെന്നാണ് കാണുന്നത്. ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് തിരിച്ച് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്, പക്ഷെ കുറച്ച് ടൈം എടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും, അധികം വൈകാതെ തന്നെ കോൺടാക്റ്റ് ചെയ്യും. പക്ഷെ നിങ്ങൾ റീയൂണിയൻ ആവുന്നത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇന്നത്തെ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്തോളൂ, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.